കോട്ടയത്ത് CSI സഭയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിത്തോട്ടമുണ്ട്. ബേക്കർ ജംഗ്ഷന് സമീപമുള്ള 5 ഏക്കർ സ്ഥലത്തുള്ള ഈ തോട്ടത്തിൽ ഫലങ്ങൾ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ നിന്നും മികച്ച ആദായമാണ് ലഭിക്കുന്നത് എന്ന് CSI സഭ പറയുന്നു. (4800-ലധികം ചെടികളിലാണ് ഫലങ്ങൾ വിളഞ്ഞു കിടക്കുന്നത്. 2 വർഷം മുൻപ് കാട് പിടിച്ചു കിടന്ന സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷിയാണ് ഇങ്ങനെ വിജയകരമായി വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നത്. കൃഷിയിൽ നിന്നും ലഭിക്കുന്നത് മികച്ച ആദായമാണെന്ന് CSI മധ്യ കേരള ബിഷപ്പ് മലയിൽ സാബു കോശി പറയുന്നു. 2 ഫ്ലവറിങ്ങിലൂടെ 1600 കിലോ വിറ്റു. 3rd ഫ്ലവറിങ്ങിൻ്റെ കായ ഇപ്പം നമ്മൾ പറിക്കാൻ പോയി. ഇപ്പം പഴുത്ത് നിൽക്കുന്നത് 3rd ഫ്ലവറിങ്. 4th ഫ്ലവറിങ് ആരംഭിച്ചു. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഞങ്ങളുടെ പ്രതീക്ഷയിൽ 2500-നും 3000-നും ഇടയ്ക്ക് കിലോ ഈ വർഷം വിൽക്കാമെന്ന്. 25 വർഷത്തേക്ക് ചെടികൾ ഫലം തരുമെന്നതും 1 വർഷം 4 തവണയെങ്കിലും വിളവെടുക്കാം എന്നതുമാണ് കൃഷി കൊണ്ട് ലഭിക്കുന്ന ഗുണം. ഒരു ചെടിയിൽ നിന്നും 1 കിലോ എങ്കിലും ഫലം ലഭിക്കും. രാസവളങ്ങൾ തീരെ ഉപയോഗിക്കാതെ കൃഷി ചെയ്യാം എന്നുള്ളതും ഗുണമാണ്. വിളഞ്ഞു നിൽക്കുന്ന ഈ തോട്ടത്തിനൊപ്പം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെ ജനകീയമാക്കാനുള്ള ലക്ഷ്യവും ഇവർക്കുണ്ട്. അതിനായി കുറഞ്ഞ ചിലവിൽ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളുടെ വിത്തുകൾ എത്തിക്കാൻ ഒരു നഴ്സറി കൂടി തുടങ്ങാൻ പദ്ധതിയിടുകയാണ് CSI സഭ. അരവിന്ദ് ചന്ദ്രനൊപ്പം അഭിലാഷ് ജോൺ ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.